ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ശാസ്ത്രജ്ഞൻ നക്ഷത്രങ്ങളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റ്. നമുക്ക് സയൻറ്റിസ്റ്റ് എന്ന് പറയാം. ശാസ്ത്രജ്ഞൻ. നക്ഷത്രം എന്താ? സ്റ്റാർ. അപ്പം ഇവിടെ നക്ഷത്രങ്ങൾ ഉണ്ട്, അപ്പം നമുക്ക് സ്റ്റാർസ് എന്ന് പറയാം. ശ്രദ്ധാപൂർവം. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുക? ശ്രദ്ധാപൂർവം, കെയർഫുള്ളി. നിരീക്ഷിക്കുക. നിരീക്ഷിക്കുക ഇംഗ്ലീഷ് വേർഡ് ഒബ്സർവ്. അപ്പം നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ നോക്കാം. ശാസ്ത്രജ്ഞൻ നക്ഷത്രങ്ങളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റ് സ്പെല്ലിംഗ് SCIENTIST. സയൻറ്റിസ്റ്റ്. അപ്പം ശ്രദ്ധാപൂർവം, കെയർഫുള്ളി. അപ്പം നമുക്ക് കെയർഫുള്ളി എന്ന് എഴുതാം. അപ്പം സയൻറ്റിസ്റ്റ് കെയർഫുള്ളി നിരീക്ഷിക്കുക. നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ എന്താ? ഒബ്സർവ്. സയൻറ്റിസ്റ്റ് കെയർഫുള്ളി ഒബ്സർവ് നക്ഷത്രം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ സ്റ്റാർ. അപ്പം ഇവിടെ നക്ഷത്രങ്ങൾ എന്നുണ്ടായിട്ട് ഞാൻ സ്റ്റാർസ് എന്ന് എഴുതി. സ്റ്റാർസ്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ശാസ്ത്രജ്ഞൻ നക്ഷത്രങ്ങളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. നമുക്ക് എങ്ങനെ പറയാം? സയൻറ്റിസ്റ്റ് കെയർഫുള്ളി ഒബ്സർവ് ദ സ്റ്റാർസ്. സയൻറ്റിസ്റ്റ് കെയർഫുള്ളി ഒബ്സർവ് ദ സ്റ്റാർസ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ശാസ്ത്രജ്ഞൻ നക്ഷത്രങ്ങളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. സയൻറ്റിസ്റ്റ് കെയർഫുള്ളി ഒബ്സർവ് ദ സ്റ്റാർസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കാലാവസ്ഥ മുൻകൂട്ടി പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. കാലാവസ്ഥ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? വെദർ. മുൻകൂട്ടി പറയുക എന്നുള്ളതിന് നമുക്കിവിടെ പ്രെഡിക്റ്റ് എന്ന് എഴുതാം. ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ട്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? കാലാവസ്ഥ മുൻകൂട്ടി പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് നമ്മൾ ഡിഫിക്കൽട്ട് എന്നാണ് പറയണത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. എന്ത് പറയാനാണ്? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയില്ലേ, മുൻകൂട്ടി പറയുക. അപ്പം ഞാനിവിടെ പ്രെഡിക്റ്റ് എന്നാണ് എഴുതുന്നത്. മുൻകൂട്ടി പറയുന്നതിന് പ്രെഡിക്റ്റിന് എഴുതി. അപ്പം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ വെദർ. പ്രെഡിക്റ്റ് ദ വെദർ, WEATHER. അപ്പം നമ്മളെങ്ങനെയാണ് എഴുതിയത്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ വെദർ. കാലാവസ്ഥ മുൻകൂട്ടി പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ മുൻകൂട്ടി പറയുക എന്നുള്ളതിനാണ് ഞാൻ പ്രെഡിക്റ്റ് എന്ന് എഴുതിയത്. അപ്പോൾ എന്താ? ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ട്, വെദർ കാലാവസ്ഥ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറഞ്ഞു നോക്കാം. കാലാവസ്ഥ മുൻകൂട്ടി പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ വെദർ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ വെദർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ ധൈര്യവും സത്യസന്ധതയും ഞാൻ പ്രശംസിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ, ഹർ. ധൈര്യം, കൊറേജ്. സത്യസന്ധത എങ്ങനെ നമുക്ക് പറയാം? ഹോണസ്റ്റി. പ്രശംസിക്കുക, അഡ്മയർ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവളുടെ ധൈര്യവും സത്യസന്ധതയും ഞാൻ പ്രശംസിക്കുന്നു. അപ്പം ഇങ്ങനെ എഴുതാം. ഐ പ്രശംസിക്കുക, അഡ്മയർ. ഐ അഡ്മയർ അവളുടെ, ഹർ. ഐ അഡ്മയർ ഹർ. എന്ത്? ധൈര്യം. ധൈര്യത്തെ എന്താ പറയണേ? കൊറേജ്. ഐ അഡ്മയർ ഹർ കൊറേജ്. പിന്നെന്താ? സത്യസന്ധത. അപ്പം സത്യസന്ധതയ്ക്ക് നമ്മൾ ഇവിടെ എഴുതുന്നത് ഹോണസ്റ്റി എന്നാണ്. ഹോണസ്റ്റി. ഐ അഡ്മയർ ഹർ കൊറേജ് ആൻഡ് ഹോണസ്റ്റി. അവളുടെ ധൈര്യവും സത്യസന്ധതയും ഞാൻ പ്രശംസിക്കുന്നു. ഐ അഡ്മയർ ഹർ കൊറേജ് ആൻഡ് ഹോണസ്റ്റി. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. അവളുടെ ധൈര്യവും സത്യസന്ധതയും ഞാൻ പ്രശംസിക്കുന്നു. ഐ അഡ്മയർ ഹർ കൊറേജ് ആൻഡ് ഹോണസ്റ്റി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നല്ല ശീലങ്ങൾ നിലനിർത്തുന്നത് പ്രധാനമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നല്ല ശീലങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ശീലം എന്ന് വെച്ചാൽ ഹാബിറ്റാണ്. ഇവിടെ ശീലങ്ങൾ എന്നുണ്ടായിട്ട് നമുക്ക് ഹാബിറ്റ്സ് എന്ന് പറയാം. നിലനിർത്തുക. നിലനിർത്തിക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? മെയിൻറ്റെയിൻ.
പ്രാധാന്യത്തിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. അപ്പം നല്ല ശീലങ്ങൾ നിലനിർത്തുന്നത് പ്രാധാന്യമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രാധാന്യം അല്ലെങ്കിൽ പ്രാധാന്യം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നിലനിർത്തുകയ്ക്ക് നമുക്ക് മെയിൻറ്റെയിൻ എന്ന് പറയാം. മെയിൻറ്റെയിൻ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ നല്ല ശീലങ്ങൾ. ഗുഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഗുഡ് ഹാബിറ്റ്സ്. ശീലങ്ങൾ എന്നുള്ളതിന് ഞാൻ ഹാബിറ്റ്സ് എഴുതി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? നല്ല ശീലങ്ങൾ നിലനിർത്തുന്നത് പ്രാധാന്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹാബിറ്റ്സ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹാബിറ്റ്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവർ യാത്രയ്ക്കായി ഒരു പദ്ധതി തയ്യാറാക്കി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവരിന് നമുക്ക് ദേ എന്ന് പറയാം. യാത്ര ട്രാവൽ. പദ്ധതി എന്ന് വെച്ചാൽ പ്ലാൻ. അപ്പം ഒരു പദ്ധതി. അപ്പം നമുക്ക് പറയാം എ പ്ലാൻ. തയ്യാറാക്കുക നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മേക്ക്. അപ്പം ഇവിടെ തയ്യാറാക്കി എന്നാണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യമാണ് തയ്യാറാക്കി. അപ്പോൾ നമ്മൾ മേക്കിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ യാത്രയ്ക്കായി ഒരു പദ്ധതി തയ്യാറാക്കി. അപ്പം എങ്ങനെ എഴുതാം? അവർ എന്നുള്ളതിന് നമുക്ക് ദേ. അപ്പോൾ തയ്യാറാക്കുക മേക്ക്. അപ്പം മേക്കിനെ പാസ്റ്റ് ഫോം ആക്കാം നമുക്ക്. മേക്കിൻ്റെ പാസ്റ്റ് ഫോം എന്താ? മെയ്ഡ്. അപ്പം മേക്കിൻ്റെ പാസ്റ്റ് ഫോം ആണ് നമ്മളിവിടെ എഴുതിയത്, മെയ്ഡ്. ദേ മെയ്ഡ് ഒരു പദ്ധതി. അപ്പം നമുക്ക് എ പ്ലാൻ. ഒരു പദ്ധതി, എ പ്ലാൻ. ദേ മെയ്ഡ് എ പ്ലാൻ. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? അപ്പം ഫോർ എ ട്രിപ്പ്. ദേ മെയ്ഡ് എ പ്ലാൻ ഫോർ എ ട്രിപ്പ്. ദേ മെയ്ഡ് എ പ്ലാൻ ഫോർ എ ട്രിപ്പ്. അപ്പം നമുക്ക് ഈ ട്രിപ്പിന് പകരം ട്രാവലാണ് നമ്മൾ എഴുതുന്നത് വെച്ചു. അപ്പോൾ യാത്രയ്ക്ക് നമ്മൾ ട്രാവൽ എന്നും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം ട്രാവൽ ആണെങ്കിൽ ദേ മെയ്ഡ് എ പ്ലാൻ ടു ട്രാവൽ. നമുക്ക് ടു യൂസ് ചെയ്ത് എഴുതാം. ദേ മെയ്ഡ് എ പ്ലാൻ ടു ട്രാവൽ. പക്ഷേ ഇവിടെ ട്രിപ്പായി എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദേ മെയ്ഡ് എ പ്ലാൻ ഫോർ എ ട്രിപ്പ് എന്ന് നമുക്ക് പറയാം. അപ്പം മനസ്സിലായി കാണുന്നു വിചാരിക്കണം. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. അവർ യാത്രയ്ക്കായി ഒരു പദ്ധതി തയ്യാറാക്കി. ദേ മെയ്ഡ് എ പ്ലാൻ ഫോർ എ ട്രിപ്പ്. ദേ മെയ്ഡ് എ പ്ലാൻ ഫോർ എ ട്രിപ്പ്. അവർ യാത്രയ്ക്കായി ഒരു പദ്ധതി തയ്യാറാക്കി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൾ കഠിനാധ്വാനത്തിലൂടെ അവളുടെ ലക്ഷ്യം നേടി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ. കഠിനാധ്വാനം എന്നുള്ളത് നമുക്ക് പറയാം ഹാർഡ് വർക്ക്. അവളുടെ ഹർ. അപ്പം ഷീ അവളുടെ ഹർ. ലക്ഷ്യം ഗോൾ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അവൾ കഠിനാധ്വാനത്തിലൂടെ അവളുടെ ലക്ഷ്യം നേടി എന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ അക്കംപ്ലിഷ്ഡ്. ACCOMPLISHED. അക്കംപ്ലിഷ്ഡ്. ഷീ അക്കംപ്ലിഷ്ഡ് ഹർ ഗോൾ. അപ്പം എങ്ങനെ നമ്മൾ എഴുതി? ഷീ അക്കംപ്ലിഷ്ഡ് ഹർ goal. She accomplished her goal with എന്ത് വെച്ചിട്ടാ? ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിലൂടെ. നമുക്ക് ഇങ്ങനെ എഴുതാം. ഷീ അക്കംപ്ലിഷ്ഡ് ഹർ ഗോൾ വിത്ത് ഹാർഡ് വർക്ക്. അവൾ കഠിനാധ്വാനത്തിലൂടെ അവളുടെ ലക്ഷ്യം നേടി. അപ്പം ലക്ഷ്യം നേടി. അപ്പം നമുക്ക് പറയാം അക്കംപ്ലിഷ്ഡ് ഹർ ഗോൾ. അവളുടെ ലക്ഷ്യം നേടി. ഷീ അക്കംപ്ലിഷ്ഡ് ഹർ ഗോൾ. അപ്പം നമുക്ക് എങ്ങനെ എഴുതി? നമ്മൾ അവൾ കഠിനാധ്വാനത്തിലൂടെ അവളെ ലക്ഷ്യം നേടി. ഷീ അക്കംപ്ലിഷ്ഡ് ഹർ ഗോൾ വിത്ത് ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിലൂടെ, വിത്ത് ഹാർഡ് വർക്ക്. നമുക്ക് ഒന്നും കൂടെ പറയാം. അവൾ കഠിനാധ്വാനത്തിലൂടെ അവളെ ലക്ഷ്യം നേടി. ഷീ അക്കംപ്ലിഷ്ഡ് ഹർ ഗോൾ വിത്ത് ഹാർഡ് വർക്ക്. നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൾ അവളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ അവളുടെ ഹർ. നേട്ടം. ഇവിടെ നേട്ടങ്ങൾ എന്നാണ്. അപ്പോൾ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാം. അപ്പം അഭിമാനിക്കുക എന്ന് വെച്ചാൽ പ്രൗഡ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൾ അവളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു. അപ്പം നമുക്ക് എഴുതാം. ഷീ
ഷീ ഈസ് അഭിമാനിക്കുക. ഷീ ഈസ് പ്രൗഡ്. PROUD പ്രൗഡ്. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ അച്ചീവ്മെൻറ്റ്സ്. അച്ചീവ്മെൻറ്റ്സിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. ACHIEVEMENTS. Achievements. She is proud of her achievements. She is proud of her achievements. അവൾ അവളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു. She is proud of her achievements. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഇംഗ്ലീഷിൽ ശ്രദ്ധേയമായ പുരോഗതി കാണിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ ഷീ. അപ്പം ശ്രദ്ധേയമായ അപ്പം നമുക്ക് എങ്ങനെ പറയാം? റിമാർക്കബിൾ. പുരോഗതി എന്ന് വെച്ചാൽ ഇംപ്രൂവ്മെൻറ്റ്. അപ്പം കാണിച്ചു എന്നാണ്. അപ്പം കാണിക്കുക നമുക്ക് ഷോ. ഇവിടെ കാണിച്ചു എന്നാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ ഇംഗ്ലീഷിൽ ശ്രദ്ധേയമായ പുരോഗതി കാണിച്ചു. ഷീ ഷോഡ്. ഷോ എന്ന് വെച്ചാൽ കാണിക്കുക. ഇവിടെ ഷോഡ് കാണിച്ചു. ഷീ ഷോഡ്. അപ്പം എന്താ ശ്രദ്ധേയമായ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റിമാർക്കബിൾ. സ്പെല്ലിംഗ് നോക്കിക്കോ. REMARKABLE. റിമാർക്കബിൾ. ഷീ ഷോഡ് റിമാർക്കബിൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഷീ ഷോഡ് റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ്. പുരോഗതിക്ക് നമുക്ക് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയാം. ഷീ ഷോഡ് റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഷീ ഷോഡ് റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ക്ലിയർ ആയിട്ട് എഴുതാം. ഓക്കെ. അപ്പം നമ്മൾ എന്താ എഴുതിയത്? അവൾ ഇംഗ്ലീഷിൽ ശ്രദ്ധേയമായ പുരോഗതി കാണിച്ചു. അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞു പോയൊരു കളയാണ്. കാണിച്ചു. അപ്പം നമ്മൾ ഷോയെ പാസ്റ്റ് ഫോമാക്കി ഷോഡാക്കി. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? ഷീ ഷോഡ് റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലീഷ്.